നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം വീണ്ടും ചർച്ചയാകുന്നു. പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും UDF-ലേക്ക് മടങ്ങണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ മാത്രമാണ് LDF-നൊപ്പം തുടരാൻ താല്പര്യപ്പെടുന്നത്. UDF-ലേക്ക് മടങ്ങുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്നാണ് കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് അഭിപ്രായപ്പെടുന്നത്. പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിന് എപ്പോഴും അംഗീകാരം കൊടുത്തിരുന്ന തന്ത്രശാലിയായിരുന്നു രാഷ്ട്രീയകാരൻ KM മാണിയുടെ മകൻ ജോസ് കെ മാണി. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് ഉറ്റുനോക്കിയാണ് UDF-ഉം LDF-ഉം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പരസ്യമായി ക്ഷണിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായത്. മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന്റെ സഹകരണം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന്റെ ചൂടുപിടിച്ചാണ് അടൂർ പ്രകാശ് ജോസ് കെ മാണിയെ പരസ്യമായി മുന്നണിയിലേക്ക് ക്ഷണിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം 12 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 5 ഇടത്ത് വിജയിച്ചിരുന്നു. 5 MLA-മാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ വലിയ വിജയമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. 5 പേരുമായി സർക്കാരിലെത്തിയെങ്കിലും LDF-ഉമായി ചില അസ്വാരസ്യങ്ങൾ തുടരുന്നതാണ് ഇപ്പോൾ പ്രശ്നമാകുന്നത്. നല്ല വകുപ്പ് ലഭിച്ചില്ലെന്ന പരാതി സർക്കാർ രൂപീകരിച്ചപ്പോൾ മുതൽ കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. UDF-ലായിരുന്നപ്പോൾ KM മാണിക്ക് ധനവകുപ്പ് പോലുള്ള തന്ത്രപ്രധാനമായ വകുപ്പാണ് ലഭിച്ചിരുന്നത്. എന്നാൽ LDF മന്ത്രിസഭയിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് ലഭിച്ചത് റോഷി അഗസ്റ്റിലൂടെ ഇറിഗേഷൻ വകുപ്പ് മാത്രമാണ്. കേരള കോൺഗ്രസിനെതിരെയുള്ള CPI-യുടെ വിമർശനങ്ങളാണ് യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിനെ ചോടിപ്പിച്ചത്. CPI കടലാസ് പുലി പോലും അല്ലെന്നും പ്രസ്താവന കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണെന്നും യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡിനു ചാക്കോ വിമർശിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ വിമർശിക്കുന്ന CPI തങ്ങൾ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റു എന്നത് ഓർക്കണം. കേരള കോൺഗ്രസിനെ കുറ്റപ്പെടുന്ന CPI മൂഢസ്വർഗത്തിലാണ് കഴിയുന്നത്. സ്വന്തമായി 10 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത 10 നേതാക്കളെ കൂട്ടാനില്ലാത്ത CPI LDF നേതൃത്വം ആവശ്യപ്പെടുന്നത് എലി മല ചുമക്കുമെന്ന് പറയുന്നതിന് തുല്യമാണെന്നും യൂത്ത് ഫ്രണ്ട് പരിഹസിച്ചിരുന്നു. കൂടാതെ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്ത് ജോസ് കെ മാണിയും പിണറായി വിജയന്റെ വിശ്വസ്തനും ദേവസ്വം മന്ത്രിയുമായ VN വാസവനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ജോസ് കെ മാണിയുടെ സ്വാധീനം കുറയ്ക്കാൻ വാസവൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപമാണ് ചർച്ചയാകുന്നത്. UDF-ലായിരുന്നപ്പോൾ KM മാണിക്ക് കോട്ടയം രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സമ്പൂർണ്ണ മേധാവിത്വമാണ് നൽകിയിരുന്നത്. ക്രൈസ്തവ സഭയുടെ ശക്തമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകണമെന്ന ആഗ്രഹം ചില ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. തുടർ ഭരണം ലഭിക്കില്ലെന്ന സംശയവും LDF വിടാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം കളത്തിലിറക്കി ജോസിന്റെ മനമാറ്റാൻ UDF നീക്കം അണിയറയിൽ ശക്തമാണ്.